എല്ലാവരുടെയും സൺഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നമ്മുടെ സൺഡേ വ്ലോഗാണ് കേട്ടോ. ഈ സൺഡേ രാവിലെ കുറച്ച് തിരക്കായിരുന്നു. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബിരിയാണി രാവിലെ തന്നെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പ്രസാദ് അങ്കിളുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഞാൻ വേഗം എല്ലാ പരിപാടിയും ചെയ്തു തീർത്തു കേട്ടോ. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് സവോളയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന് അരി അടുപ്പയിലിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയും ബിരിയാണിക്കുള്ള ഐറ്റംസും ഒക്കെ റെഡിയാക്കി ബിരിയാണി ദം ചെയ്ത് വെച്ചു. ബിരിയാണിയൊക്കെ റെഡിയായി ഞാനൊന്ന് ഫ്രഷൊക്കെ ആയി വന്നപ്പോഴത്തേക്കും 11 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തറവാട്ടിലേക്കാണ് പോയത്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ടായിരുന്നു. പ്രസാദ് അങ്കിൾ മീൻകറിയും സത്യക്ക ബോയിലും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ഈ സംഭവം എന്താന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഒരു കൂവള മരമുണ്ട്. അതിന്റെ ചോട്ടിലാണ് നമ്മൾ എല്ലാ സൺഡേ ഇരിക്കാറ്. അപ്പൊ ആ കൂവള മരത്തിന്റെ കാ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ് ഇത്. അങ്കിളിന് അപ്പുറത്തെ വീട്ടിലെ ഭാബി കൊടുത്താണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കിള് വെച്ചതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കൂവളത്തുങ്ക വിഷ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എന്തായാലും ആന്റി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പൊ അതിന്റെ കുരുവും കൂട്ടിയിട്ട് അടിച്ചെടുത്തിട്ട് ചെറിയൊരു കമർപ്പുണ്ടായിരുന്നു. ഇത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അതിന്റെ പൾപ്പ് എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ വേണ്ട ബ്രഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. സമയം ഒരു 11:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാച്ചിൽ പുഴുങ്ങിയതും മീൻകറിയും ലിവർ ഫ്രൈയും പിന്നെ ഇടിച്ച മുളകും ഇടിയിറച്ചിയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഞങ്ങൾ കുറെ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാനും ലച്ചും കൂടെ ഒരു കുട്ടി ഡ്രൈവൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും 3:45 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ സൺഡേയിലെ വിശേഷങ്ങൾ.